ഹലോ, അപ്പം ഇന്നൊരു കുഞ്ഞ് മോർണിംഗ് വ്ളോഗായിരിക്കും. ഞാനിത് അത്ര പ്ലാൻ ചെയ്തെടുക്കുന്ന വ്ളോഗൊന്നുമല്ല. ഞാൻ രാവിലെ എണീറ്റ് നോർമലായിട്ട് പഠിക്കാനൊക്കെ തുടങ്ങിയതായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മൂഡ് പോയി. ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്കും എനിക്ക് പിന്നെ പഠിക്കാനുള്ള ഒരു ഇത് കിട്ടണില്ലായിരുന്നു. അപ്പോൾ ഞാൻ പതുക്കെ ഗാർഡനിലോട്ട് പോകാമെന്ന് അങ്ങനെയൊക്കെ വിചാരിച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തുകൊണ്ട് വ്ളോഗ് എടുത്തുകൂടാ, അമ്മയുടെ ചെടി കളക്ഷൻസ് എല്ലാം കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇൻഡോറിൽ വയ്ക്കാമെന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു. അതായത് റൂമിൽ കുറച്ചും കൂടെ പ്ലാന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാമെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടാണ് അമ്മയുടെ ഗാർഡനിലോട്ട് പോയത്. പക്ഷെ അമ്മ ഒരു വിധത്തിൽ സമ്മതിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ പുതിയ തൈ വരുമ്പോൾ എനിക്ക് തരാമെന്നൊക്കെ പറഞ്ഞ് എന്നെ ഒഴിവാക്കി വിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്കിഷ്ടപ്പെട്ട പ്ലാന്റ്സ്. ഭയങ്കര എസ്തെറ്റിക് വൈബുള്ളതാണ്. ഇത് ഈ കാണുന്ന പ്ലാന്റ് ഫസ്റ്റ് എൻ്റെ കോളേജിൽ അഡ്മിഷന് പോയപ്പോഴേക്കും അവിടെ നിന്ന് അമ്മ ചോദിച്ച് വാങ്ങിയതാണ്. അതിപ്പം ഫുള്ള് കാട് പോലെയായി. അങ്ങനെ ഇതാ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊരു സൺകിസ് ഞാൻ ട്രൈ ചെയ്തതാണ്. പിന്നെ 2-3 ജാമ്പയ്ക്ക കഴിച്ച് നമ്മുടെ അവിടെ മരത്തിലുണ്ടായതാണ്. എല്ലാം കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ പിന്നെയും കുറേ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു. ഇന്നെന്താന്തോ എനിക്കങ്ങനെ പ്ലാന്റ്സ് ഒന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പക്ഷെ പെട്ടെന്ന് എനിക്ക് ഒരു ഇഷ്ടം കൂടി. പിന്നെ ഇതാ അമ്മയടുത്ത് പറഞ്ഞ് അവസാനം അമ്മ ഒന്ന് സമ്മതിച്ചതാ, ഈ പ്ലാന്റ് കുറച്ചെടുത്തോന്ന് പറഞ്ഞ്. അങ്ങനെ അതിനെയും ഞാൻ വലിച്ചെടുത്തിട്ട് വന്ന്. പിന്നെ അതിന് സ്യൂട്ടായിട്ടുള്ള നല്ല ക്യൂട്ട് സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇവിടെ എന്തോ വാങ്ങിയതിൻ്റെ ഇതൊരു ഗ്ലാസ്സൊന്നുമല്ല, എന്തോ ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു സംഭവം. അപ്പോൾ അതിലിട്ട് തൽക്കാലം വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതും എടുത്ത് ഹാപ്പി ആയിട്ട് ഞാൻ റൂമിലോട്ട് പോയി. പിന്നെ കുറച്ച് ഒരു സൺലൈറ്റിൻ്റെ ഇത് കിട്ടിയപ്പോഴേക്കും കാണാൻ കുറച്ചും കൂടെ ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്. പിന്നെ നമ്മളെ റോബിക്കുട്ടൻ ഇതെല്ലാം കണ്ട് വിഷമിച്ച് കിടക്കുകയാണ്. അവർ പുറത്ത് തുറന്നു വിടാത്തതിൻ്റെ വിഷമമാണ്. നമ്മളൊക്കെ പുറത്ത് നിൽക്കുകയല്ലേ, അപ്പോൾ അതിൻ്റെ വിഷമത്തിലിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് എസ്തെറ്റിക്കായിട്ടുള്ള ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു ആ പ്ലാന്റിൻ്റെ. പിന്നെ എനിക്ക് പെട്ടെന്നൊരു ഐഡിയ വന്ന് കുറച്ച് മീനും കൂടി ഇട്ടിട്ട് റൂമിൽ സെറ്റാക്കിയാലോ എന്ന്. അങ്ങനെ ഞാനൊരു യൂസില്ലാതിരുന്ന ഒരു കുഞ്ഞ് ഫിഷ് ടാങ്ക് ആണോ, ഒരു ബൗളെടുത്ത്. അത് കഴിഞ്ഞ് നമ്മുടെ പുറത്ത് കുറേ മീനുണ്ട്, ഒരു ടാങ്ക് ഫുള്ള് മീനും താമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് ഗപ്പീസ് അതിൽ നിന്ന് പിടിക്കാമെന്ന് വിചാരിച്ച് ഞാനങ്ങനെ കുറേ ട്രൈ ചെയ്ത് കളറായിട്ടുള്ള ടെയിലുള്ള ഇതിനെയൊക്കെ പിടിക്കാനായിട്ട്. അങ്ങനെ 2-3 എണ്ണമൊക്കെ അങ്ങനെ കിട്ടി. ലാസ്റ്റ് ഞാൻ സക്സസ്ഫുള്ളായി ഗപ്പീസൊക്കെ പിടിച്ച് ആ ഒരു ബൗളിലോട്ടിട്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് 2 മീൻ മതി എന്നാണ്. പിന്നെ അതിന് ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ ടെയില് പല കളർ ടെയിലായതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിനെടുത്തിട്ട് റൂമിൽ വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ വിചാരിച്ചത്, ആ ഒരു മീൻസ് ഇത് വെക്കാനായിട്ട് പ്രോപ്പറായിട്ട് നല്ല ഒരു സ്പേസ് ഇല്ല എൻ്റെ റൂമിൽ. പിന്നെ ഞാൻ കുറച്ച് നേരം അത് ഓൾറെഡി പുറത്ത് വെയിലൊക്കെ കൊണ്ട് കിടക്കണില്ലേ, അപ്പോൾ കുറച്ച് വെയിലൊക്കെ കിട്ടി. അതിൻ്റെ ഹോം സിക്നെസ് മാറാൻ വേണ്ടിയിട്ട് അതിനെ കുറച്ച് വെയിലുള്ള എൻ്റെ റൂമിൽ തന്നെ വെയിലുള്ളൊരു വിൻഡോയിൽ കൊണ്ടുവച്ച്. പിന്നെ ഞാൻ അതിന് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത്. പിന്നെ നേരത്തെ അവിടെ പുറത്തു നിന്ന് ഒരു ആമ്പൽ പോലത്തെ ഒരു ചെടിയുണ്ട്, അപ്പോൾ അതിനെയും കൂടെ കുറച്ച് കൊണ്ട് അവിടെ ഇട്ട് കൊടുത്ത് അതിൻ്റെ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഈ ഒരു സ്പേസ് ഫുൾ ഇങ്ങനെ ഞാൻ ഭയങ്കര ഇടയ്ക്ക് എനിക്ക് ക്രാഫ്റ്റിൻ്റെ ഇത് കയറും കേട്ടോ ചില സമയങ്ങളിൽ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ക്രാഫ്റ്റ് എന്തൊക്കെയോ തലയ്ക്ക് പിടിച്ചപ്പോൾ അത് ചെയ്തിട്ട് അങ്ങനെ ഇട്ടിരുന്നതാണ്. ഭയങ്കര മെസ്സായിട്ട് കിടക്കുകയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതും കൂടെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന്. വീഡിയോ എടുക്കണതിൻ്റെ അന്ന് മാത്രമേ ഞാൻ ഇങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര മടി പിടിച്ചിരിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഞാൻ അങ്ങനെയെങ്കിലും ക്ലീൻ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അതെല്ലാം പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 11-11:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇന്ന് പറഞ്ഞതുപോലെ രാവിലെ ഒട്ടും മൂഡില്ലായിരുന്നു. കുറച്ചെന്തോ പഠിച്ച് 2-3 ടോപ്പിക്ക്. പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ചും കൂടെ ഇന്ന് പഠിക്കാമെന്ന്. അല്ലെങ്കിൽ എനിക്ക് എന്തോ പോലെ പഠിച്ചില്ലെങ്കിൽ എക്സാം ഇങ്ങനെ അടുത്ത് വരെയല്ലേ, അടുത്ത മൺഡേയാണ് എക്സാം വരുന്നത്. അങ്ങനെ പേടിച്ചിട്ട് ഞാൻ കുറച്ച് പഠിച്ച്. പിന്നെ ആ ടൈം അമ്മ തണ്ണിമത്തനും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ മുറിച്ചിട്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ചൂടുകാലത്ത് നല്ല അടിപൊളിയാണ്.
അങ്ങനെ ആ ഒരു വൈബൊക്കെ പിടിച്ച് കുറച്ച് നേരം പഠിച്ച് പിന്നെ ഇതാ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച്. അപ്പം ഇടയ്ക്ക് അമ്മയാണ് ഇങ്ങനെ ഫുഡ് തരാറ്. കാരണം എനിക്ക് ഇങ്ങനെ അവിയൽ ഇങ്ങനത്തെ സാധനങ്ങൾ, തോരൻ, അതൊന്നും എനിക്കിഷ്ടമില്ല. അപ്പം അമ്മ തരുമ്പോഴേക്കും ഞാൻ എല്ലാം അങ്ങ് കഴിക്കും. അതാണ് ഒരു സ്ട്രാറ്റജി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് ഇങ്ങനെ എൻ്റെ ഫേവറേറ്റ് പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് അടിച്ച് കാണുന്നത്. അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ കുറച്ചൊന്ന് ഉറങ്ങി എണീറ്റപ്പോഴേക്കും പൊങ്കാല ഇട്ടിട്ട്, നാറ്റുകാൽ പൊങ്കാലയല്ലേ, അപ്പം അടുത്തുള്ള വീട്ടിലാരോ കൊടുത്തതാണ്, തെരളിയോ അങ്ങനത്തെ സാധനം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞി വ്ളോഗ്. അപ്പോൾ ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ അടുത്തൊരു കുട്ടി സംഭവമാണ്. അപ്പോൾ സീ യു, ബൈ ബൈ.